കൊറേ വിളി മാത്രം ഉണ്ടായിരുന്നു, അതാ പേടിച്ചു കൂടുതൽ. നിലവിളിച്ചോ? കുറച്ച്. ഒരു സ്ത്രീ ഇങ്ങനെ കൈ പിടിക്കാൻ വന്നു, തട്ടിക്കളഞ്ഞു. ഓടി ഇറങ്ങി വരുന്നതാണ് കണ്ടത്. ചെറുതായിട്ട് പേടിപ്പിച്ചു. അങ്ങോട്ട് പേടിപ്പിച്ചു. മോക്ക് എന്ത് തോന്നി? ഭയങ്കര പേടി തോന്നി. കരഞ്ഞോ? പേടിച്ചോ? ഞാൻ കണ്ണ് തുറന്നില്ല, കണ്ണടച്ചിട്ടാ. എന്നാ മോള് പേടിച്ചോ? വിളിച്ചോ? പേടിച്ചു. ശരി. പേടിച്ചോ? ഇല്ല. നിലവിളിച്ചോ? നെഞ്ചിടിപ്പുണ്ടോ? ഇല്ല. അത് ആരെങ്കിലും കണ്ടോ കത്ത്? ഓ കണ്ട്. ആരൊക്കെയാ കണ്ടേ? യശുണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട്. എങ്കിലും ഉള്ളിൽ അത്ര പേടിയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഞാൻ പേടിച്ചൊന്നുമില്ല. തിരിച്ചവരെ പേടിപ്പിച്ചോ? എനിക്ക് പേടിയായ അടുത്ത് വന്ന് നിന്ന് എന്തൊക്കെ കാണിക്കുമെങ്കിൽ പേടി. പേടിച്ചിറങ്ങിയതാണോ? പേടിച്ചമ്മേ? ധൈര്യം എത്രത്തോളം എനിക്കുണ്ടെന്ന് ഞാൻ തന്നെ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഗോസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ ഒരു ഇരുട്ടിലേക്ക് കയറുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ കയറുമ്പോൾ ഫുൾ ഇരുട്ടാണ്. പേടിക്കുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ പോണ വഴിക്കേ ഫുൾ ഇരുട്ടാണ്. നമുക്ക് വഴി പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടുപേരും ചേട്ട നടന്നു പോകുന്നുണ്ട്. മുമ്പോട്ട് പോകാൻ പേടിയുണ്ട്, അത് പോകുമ്പോഴത്തേക്ക് ഈ കനലാണ്. അപ്പം നമുക്ക് ഈ കനൽ എങ്ങനെ കാല് വെച്ച് നടന്നു പോകുമെന്നുള്ളൊരു പേടി തോന്നും. പക്ഷേ ഇത് ആ ഒരു ഭയാനകമായൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നിർമ്മിച്ചിരിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും അടുത്തൊരു സെക്ഷനിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴും ഇതുപോലെ ഫുൾ അന്ധകാരമാണ്, ഫുൾ ഇരുട്ടാണ്. എൻ്റെ അമ്മേ പൊന്നെ. എന്നാൽ കൂടെ ഒപ്പം കാഴ്ച കാണാൻ എത്തിയവരുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പേടിച്ചോ? അത്യാവശ്യം. നിലവിളിച്ചോ? എവിടെന്നാ വരുന്നേ? കല്ലറ. കുഴപ്പമില്ല. പേടിച്ചോ? ഇല്ല. അമ്മ എന്തൊക്കെയാ കണ്ടേ? എന്തൊക്കെയോ ഒരു വിളി മകളെ മാത്രമേ കണ്ടുള്ളൂ. ഞങ്ങൾ 4-5 രൂപ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല. ആരെയൊക്കെ കണ്ടു എന്നറിയോ? യക്ഷിയെ കണ്ടു, പിന്നെ ഡ്രാക്കുളയോ പ്രേതമൊക്കെ ഉണ്ട്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നി? നന്നായിരുന്നു. പേടിയില്ലായിരുന്നു? ഇല്ല.